സംസ്ഥാനത്ത് എവിടെ BJP വിജയസാധ്യതയുണ്ടോ അവിടെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ പാർട്ടി എന്തെന്നുള്ളത് പാർട്ടിയാണ് പറയേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ വോട്ട് അവിടെ ജയസാധ്യതയുള്ള മതേതര പാർട്ടികൾക്കായിരിക്കും. അത് CPM ആണെങ്കിൽ CPM ആയിരിക്കും, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ആയിരിക്കും, ലീഗ് ആണെങ്കിൽ ലീഗ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. അത് പാർട്ടിയാണ് സ്വീകരിക്കുക. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സ്വതന്ത്രരായ സാമൂഹ്യ രംഗത്തുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുള്ള ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ നേതൃത്വത്തിലും താഴെത്തലത്തിലുള്ള ജമാഅത്ത് പ്രവർത്തകരുമുള്ള ഒരു പ്രസ്ഥാനമാണ്. അത് സ്വതന്ത്ര പ്രസ്ഥാനമാണ്. അവരാണ് കൂടിയിരുന്ന് തീരുമാനമെടുക്കുക. ജമാഅത്തെ ഇസ്ലാമി സവിശേഷമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് സ്വീകരിക്കൂല. അതിനെക്കുറിച്ച് ഞാൻ അതല്ല പറഞ്ഞത്. തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർട്ടി നിലപാട് സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമാണ് പാർട്ടിയെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഈ നിലപാടാണ് സ്വീകരിക്കുക. പാർട്ടി ഉണ്ടായിരിക്കെ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് പാർട്ടി ഉണ്ടായിരിക്കെ തന്നെ BJP ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ജമാഅത്ത് പ്രവർത്തകരുടെ വോട്ട് BJPയെ പരാജയപ്പെടുത്താൻ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി CPM ആണെങ്കിൽ CPMനായിരിക്കും, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനായിരിക്കും. സംസ്ഥാനത്ത് എവിടെ BJP വിജയസാധ്യതയുണ്ടോ അവിടെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ പാർട്ടി എന്തെന്നുള്ളത് പാർട്ടിയാണ് പറയേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ വോട്ട് അവിടെ ജയസാധ്യതയുള്ള മതേതര പാർട്ടികൾക്കായിരിക്കും. അത് CPM ആണെങ്കിൽ CPM ആയിരിക്കും, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ആയിരിക്കും, ലീഗ് ആണെങ്കിൽ ലീഗ് ആയിരിക്കും. അല്ലാത്തിടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി അവിടെ സവിശേഷമായി ജമാഅത്തെ ഇസ്ലാമി ഒരു നിലപാടും സ്വീകരിക്കില്ല. അത് പാർട്ടിയാണ് സ്വീകരിക്കുക. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും CPMന്റെയും ഒക്കെ രാഷ്ട്രീയത്തോട് യോജിക്കുന്ന തലമുണ്ട്, വിയോജിക്കുന്ന തലമുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി എംപവർമെന്റ് എന്നുള്ള തലത്തിൽ ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യത്തെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലീഗിന്റെ കയ്യിൽ സംഭവിക്കുന്ന രാഷ്ട്രീയമായ വ്യതിചലനങ്ങളെ നമ്മൾ ചരിത്രത്തിൽ വിയോജിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി UDFനോടും വിയോജിച്ചിട്ടുണ്ട്, LDFനോടും വിയോജിച്ചിട്ടുണ്ട്. തത്വാധിഷ്ഠിതമാണ്. ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിയിലുള്ള രാഷ്ട്രീയ പാർട്ടിയിലോ അല്ല ഉള്ളത്. ജമാഅത്തെ ഇസ്ലാമി മാറിയതാണ് എന്നാണ് ലീഗ് നേതാക്കളും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒക്കെ നിരന്തരം പറയുന്നത്. അതായത് അവരവരുടെ ഐഡിയോളജിയിൽ നിന്ന് പിന്നോട്ട് പോയതാണ്. ഞങ്ങൾക്കുണ്ടായൊരു മാറ്റമില്ല. അങ്ങനെ ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ടല്ലേ പോണത് റയീസ്? ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി 7 പതിറ്റാണ്ടിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിൽ ഒരുപാട് പുരോഗമനപരമായ ചുവടുവെപ്പുകൾ വെച്ച് ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ട് ഒരുപാട് മുന്നോട്ട് പോയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. കഴിഞ്ഞ ഇലക്ഷനിൽ ഇന്ത്യാ തലത്തിൽ ദേശീയ തലത്തിൽ BJPയുടെ പരാജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ NGOകളുമായി സഹകരിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കോർഡിനേഷൻ ഉറപ്പുവരുത്തി മുസ്ലിം വോട്ട് ശൈഥില്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള മുസ്ലിം കോർഡിനേഷൻ നിർവഹിച്ച് ഓരോ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ UPയിൽ UPDF, മധ്യപ്രദേശിൽ MPDF, പിന്നെ കർണാടകയിൽ എത്തേളു കർണാടക തുടങ്ങിയുള്ള ഒരുപാട് പൊതുവേദികൾ രൂപീകരിച്ച് ദേശീയ തലത്തിൽ BJPയുടെ വരവ് തടയിടാനും അതുപോലെ തന്നെ മുസ്ലിം വോട്ടിന്റെ ശിഥിലീകരണത്തെ തടയിടാനും വർക്ക് ചെയ്തൊരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാം. അവരോട് ചോദിക്കണ്ടേ? അതെ, അവിടെയാണ് അത് ക്ലിയർ ചെയ്യാൻ എന്നിട്ട് അവസരം തരാം. ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെട്ടിട്ട് 1948 ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം എന്ന ആശയം ഉന്നയിച്ചിട്ടില്ല. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി വർഗീയ പ്രസ്ഥാനമാണെന്നാണ് നാളെ വർഗീയ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി ചോദിച്ചാൽ മറുപടി പറയാം. ജമാഅത്തെ ഇസ്ലാമി കമ്മ്യൂണിറ്റിക്ക് മേലെ ഒരുപാട് ചാപ്പ ചാർത്തുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമി അവിടെ നിൽക്കട്ടെ, എക്സ്ട്രീമിസ്റ്റ് ചാപ്പ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ, ടെററിസ്റ്റ് ചാപ്പ, അതെല്ലാം ഒരു സംഘടന ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി രൂപം കൊണ്ട അന്ന് മുതൽ ഇന്ന് വരെ അത് ഒരിക്കലും അതിൻ്റെ പ്രവർത്തനത്തിൽ മതരാഷ്ട്രവാദം അത് റേസ് ചെയ്തിട്ടില്ല. തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമല്ല.